السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن نبينا وسيدنا ومصطفانا ومجتبانا وهادينا وحبيبنا محمد صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله يا حبيب الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ മഹല്ലത്തിൻ്റെയും മദ്രസയുടെയൊക്കെ ഭാരവാഹികള്, അതുപോലെ പണ്ഡിത സുഹൃത്തുക്കള്, നല്ലവരായ സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാരെ, അൽഹംദുലില്ലാഹി അൽഫ മറ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മദ്രസയുടെ 59 വർഷം പിന്നിട്ട വാർഷികം ഇവിടെ കൊണ്ടാടപ്പെടുമ്പോൾ പരിശുദ്ധ ദീനിന്റെ ഷിആറുകളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിന് ഈ മഹല്ല് നേതൃത്വം കൊടുക്കുന്നു. ഈ ഷിആറ് നിലനിർത്താൻ വേണ്ടി ഈ നാട്ടിലുള്ള ആപാലവൃദ്ധ ജനങ്ങൾ, സഹോദരിമാരൊക്കെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ മജ്ലിസ്. പരിശുദ്ധ ദീനിനെ കുറിച്ചുകൊണ്ട് ആഴങ്ങൾ പഠിച്ച് ഈ ദുനിയാവും നാളെ ആഖിറവും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതം ധാർമ്മികതയും അർത്ഥപൂർണവും അല്ലാഹുവിന്റെ മർളിയത്തിന്, ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തോട് ഇത്തിബാ ചെയ്യുന്നതിനൊക്കെ പരിശുദ്ധ ദീനിന്റെ ഉലൂമുകൾ സ്വായത്തമാക്കി എടുക്കൽ ഒരു മുസൽമാന്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അമ്പരച്ചുംബികളായ ആയിരക്കണക്കിന് മസ്ജിദുകളും മദ്രസകളും നമ്മുടെ നാടുകളിൽ ഉയർന്നു പൊന്തി കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ മഹത്തായ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പരിശുദ്ധ ഇസ്ലാം ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രോജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി തങ്ങൾ മക്കയിൽ മദീനയിൽ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ പോലും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ പവിത്രമായ പാത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ പൈതൃകം ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് വന്നു എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇസ്ലാമിന്റെ പരിശുദ്ധ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്,
നബി തങ്ങളുടെ മാർഗമെന്ന് പറഞ്ഞാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് വഴിയിൽ നീങ്ങിയോ ആ വഴിയിൽ നീങ്ങുക എന്നുള്ളതാണ് ഹബീബായ നബി തങ്ങളുടെ മാർഗം. അവിടുത്തെ സ്വഹാബാക്കളെ കുറിച്ച് പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യി മൻ ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സ്വഹാബാക്കൾ നക്ഷത്രത്തിന് തുല്യരാണ്, അതിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് മാർഗദർശനമുണ്ടെന്ന് വിശ്വത്തിന്റെ വിരിമാറിൽ വിശാല വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇൽമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നാണ്. ആ വഴിയിൽ സഞ്ചരിച്ചവർക്ക് അല്ലാഹുവിന്റെ അരികിൽ ഉന്നതമായ പദവി ലഭിക്കുന്നതാണ്. ഫതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅതി റുഖൈഅതി നാഫില. ഒരു വിദ്യാർത്ഥി ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഇൽമിന്റെ ഒരു അധ്യായം മോദി പഠിക്കുമ്പോ അപ്പുറത്ത് ഒരു ആബിദായ ആരാധന നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ 100 റക്അത്ത് സുന്നത്തും നിസ്കരിക്കുമ്പോൾ ഫളലുൻ അലാ മിഅതി റുഖൈഅതി നാഫില, ആ 100 റക്അത്തിനേക്കാൾ പുണ്യമുള്ളത് ഈ അല്പസമയം മാത്രം ചെലവഴിച്ച ഈ ഇൽമിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു വിദ്യാർത്ഥിക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നവരെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, മൻ അല്ലമ വലദഹു, എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, മൻ അല്ലമ വലദഹു, നമ്മുടെ മക്കൾക്ക് ആരെങ്കിലും ഇൽമ പഠിപ്പിക്കാനുള്ള വഴികൾ തുറന്നു വെച്ചാൽ, ഈ മദ്രസക്ക് വേണ്ടി ഉലൂമുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർക്ക് വേണ്ടി, മദ്രസയുടെ മെയിൻ്റനൻസിന് വേണ്ടി, ഒരു വർഷത്തെ പ്രയാണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഈ മദ്രസയുടെ ഭാരവാഹികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടിയപ്പോ അവിടെ സാമ്പത്തികം കൊടുത്തത്, ശാരീരികമായി ഇടപെട്ടത്, മജ്‌ലിസിൽ വന്ന് ഹാദിറായത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. മൻ അല്ലമ വലദഹു, ഒരാൾ ഇൽമിന്റെ വഴിയിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ, മൻ അല്ലമ വലദഹുൽ ഖുർആന, ഖുർആൻ ഒരു കുട്ടിക്ക് ഒരു ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, പഠിപ്പിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനുക്ക് ആഭരണം മാല അണിയിച്ചു കൊടുക്കുന്നു. നൂറിനാലുള്ള പ്രകാശത്തിനാലുള്ള ഒരു മാല ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഉപ്പാക്ക് അണിയിച്ചു കൊടുക്കുന്നു. ആദ്യം വന്ന സംഘവും അവസാന സംഘവും എല്ലാവരും ആ ഒരു പ്രകാശത്തിന്റെ മാല ബഹുമാനപൂർവ്വം അണിയിക്കപ്പെട്ടതിൽ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്നവരാണ്. ഇൽമിന്റെ വഴിയിലേക്ക് ഇറക്കി വിട്ട ഒരു ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു കൊടുക്കുന്ന ഒരു നിഅമത്തിന്റെ വഴിയാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ, ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ മാത്രമാണ് നിങ്ങൾ സഞ്ചരിച്ചതെങ്കിൽ, നമ്മുടെ മക്കൾ നാളെ റബ്ബിന്റെ കോർട്ടിലേക്ക് പോകുമ്പോ, മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ, ആ മക്കൾ വിളിച്ചു പറയും, അല്ലാ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരായിരുന്നു, ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് നിസ്കാരത്തിന്റെ ആദാബുകൾ പഠിച്ച്, നിസ്കാരത്തിന്റെ സുനലുകൾ പഠിച്ച്, ഫുറൂദുകൾ പഠിച്ച്, ഞങ്ങൾ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴിയിലൂടെ പോകേണ്ടവരായിരുന്നു. ഫറായിദിന്റെ ഇൽമുകൾ ഞങ്ങൾക്ക് പഠിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഉലൂമിന്റെ ക്ലാസ്സുകൾ ഇവിടുത്തെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അതിലേക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ പറഞ്ഞു വിട്ടില്ല. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഉമ്മയും ഉപ്പയും പറഞ്ഞു,
പൊന്നുമോളെ, ഇപ്പോൾ നീ വലിയ കുട്ടിയായിട്ടുണ്ട്, ഇനി നീ നിർത്തിക്കള. SSLC അല്ലേ വരുന്നത്, +1 അല്ലേ വരുന്നത്, അതിലൊക്കെ മാർക്ക് കുറഞ്ഞു പോയാലോ പ്രയാസമാകും. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി തൽക്കാലം 7ഉം 8ഒക്കെ എത്തിയില്ലേ, അത്രയും പോകാത്തവരുണ്ടല്ലോ, നിർത്തിക്കള എന്ന് പറയുന്ന ഒരു മാതാവും പിതാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആ കുട്ടി ആഖിറത്തിൽ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് പോവേണ്ടവനായിരുന്നു, എന്നെ സ്വർഗം തടഞ്ഞു വെച്ചത്, എനിക്ക് ഉലൂമുകൾ സ്വായത്തമാക്കാനുള്ള അവസരം നിഷേധിച്ചത് ഈ നിൽക്കുന്ന ഉമ്മയാണ്, ഈ നിൽക്കുന്ന ഉപ്പയാണ്. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്കും ഇവര് നരകത്തിലേക്കും പോകട്ടെ എന്ന് റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മയും ഉപ്പാനെയും ആ മക്കൾ ശകാരിച്ച് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹിനോട് സാക്ഷ്യം വഹിക്കുന്നതാണ്. അല്ലാത്ത രംഗല്ലത്. നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ. എനിക്കിപ്പോ 45 വയസ്സായി, 50ആയി, ഒരു 80ഉം 90ഒക്കെ വരെ ജീവിക്കുന്നുള്ള പ്രതീക്ഷ അല്ലേ ഞമ്മക്ക്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. മക്കളെ നല്ല വഴിക്ക് വിട്ടിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ വിരല് കടിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൻ അല്ലമ വലദഹു ആയ, ഒരു കുട്ടിക്ക് ഒരു ആയത്ത് ഒരാൾ പഠിപ്പിച്ചു കൊടുത്തു, കാന ദാലിക ഖൈറുൻ ലഹു മിൻ ഇബാദത്തി അൽഫ സന, 1000 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും മഹത്വമാണ്. രാത്രികളിൽ നിസ്കരിച്ചവരാണ്, പകലുകളിൽ നോമ്പനുഷ്ഠിച്ചവരാണ്. പാവപ്പെട്ട ഫഖീർ മിസ്കീന്മാർക്ക് സദഖ കൊടുത്തതിനേക്കാളും പ്രതിഫലമാണ്. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ പഠിക്കാനുള്ള മാർഗത്തേക്ക് വിട്ടവർക്ക് അല്ലാഹു നൽകുന്ന ഓഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വൈലുൽ ലിൽ ഔലാദ്, വൈലുൽ ലിൽ ഔലാദി ആദമ, ആദമിന്റെ മക്കളെ നിങ്ങൾക്ക് നാശം. മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളോടും പറയുന്നു, ലാ യഅലമൂനൽ ഖുർആന വൽ അദബ്, അവര് ഇൽമിന്റെ വഴി പഠിപ്പിച്ചു കൊടുത്തില്ല, അവര് അദബ് പഠിപ്പിച്ചു കൊടുത്തില്ല. വൽ ഫർള, അവര് ഫുറൂദുകൾ പഠിപ്പിച്ചു കൊടുത്തില്ല. ഇസ്ലാമിന്റെ നിർബന്ധമായ കാര്യങ്ങൾ എന്തെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവര് മാറ്റി നിർത്തിയവരാണ്. ഫയൻഷഊൻ, അവര് വളരുന്നു. എങ്ങനെ? അവർ ഇഷ്ടപ്രകാരം. അവര് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ തെറ്റിയ രൂപത്തിൽ അവർ വളരുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ മാതാപിതാക്കളെ നിങ്ങൾക്കാണ് നാശമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളും അവിടുത്തെ സ്വഹാബാക്കളും പരിശുദ്ധ ദീനിന്റെ ഉലൂമുകൾ പഠിക്കാൻ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട്. മുത്തുനബിയുടെ കാലശേഷമുള്ള താബിഈങ്ങള്, ഇമാമുമാരെല്ലാം ഈ പരിശുദ്ധ ഉലൂമുകൾ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി അധ്വാനം ചെയ്തിട്ടുണ്ട്. അൽ ഇൽമു യുഹയ്യിഉനാ സംഫീ ഖുബൂരിഹിം വൽ ജഗ്ലു യൽഹഖു യാ അംബി അംവാതി. അൽ ഇൽമു, ഇൽമെന്നുള്ളത് യുഹയ്യിഉനാ സംഫീ ഖുബൂരിഹിം, അവർ ഖബറിന്റെ ആഴിയിൽ 6 അടി മണ്ണിൽ കടിഞ്ഞു കൂടുമ്പോഴും അവർ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനല്ലേ മഹാനായ ഗസാലി ഇമാം നമ്മളിലൂടെ ഇന്നും ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ ജീവിക്കുന്നു. മഹാനായ ബുഖാരി ഇമാം നമ്മളിലൂടെ അവരുടെ ഗ്രന്ഥത്തിലൂടെ ജീവിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഫത്ഹുൽ മുഈന്റെ രചയിതാവ്, അതുപോലെ മഖ്ദൂമാർ, അതുപോലെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അടക്കം എത്രയെത്രയോ മുസന്നിഫീങ്ങൾ, രചയിതാക്കൾ ഇന്നും നമ്മുടെ ഹൃദയാന്തരങ്ങളിലൂടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് എഴുതി വെച്ചത് ഇന്നും സമൂഹത്തിന് മുമ്പിൽ വിവരണം ചെയ്യുമ്പോൾ അവർ ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ വൽ ജഹ്ലു, വിവരമില്ലായ്മ യുൽഹിഖു അഹ്യാഅൻ ബി അംവാതി,
അവർ അറിവില്ലായ്മയുണ്ടല്ലോ, അവർ മരിച്ചവരോടൊപ്പമാണ് ചേരുന്നത്. വിവരമില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവര് മരിച്ചുപോയ ആൾക്കാരെ മാതിരിയാണ്. നോക്കണങ്ങള്, നമ്മുടെ കൂട്ടത്തിൽ വല്ല സമ്പത്തും പറുദീസയും ഭൗതികമായ സ്ഥാനമാനങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു. ഓലൊരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്നലെ മഹ്മൂദ് ഉദവി APJ അബ്ദുൽ കലാമിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉലൂമുകളെ പറ്റി ഭൗതികമായിട്ട് കുറേ സമ്മാനങ്ങളും അതുപോലെ പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയതായിട്ട് പറഞ്ഞു. തൻ്റെ മാതാവിനെ ഓർത്തതും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സമൂഹത്തിന് മുമ്പിൽ ഒരു മുസൽമാൻ അടിസ്ഥാനമായിട്ട് റോൾ മോഡലാക്കേണ്ട വഴികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പോലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ പോലും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫത്ഹുൽ മുഈൻ, കർമ്മശാസ്ത്ര രംഗത്ത് നിപുണനായ ഒരു വ്യക്തിത്വം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിലൂടെ ജന്മം കൊണ്ട മഖ്ദൂമുമാർ നമ്മിലൂടെ ഒരുപാട് രചനകൾ നിർവഹിച്ചു. ഒരുപാട് മഹല്ലത്തുകൾക്ക് ഖാദിയായിട്ട് കടന്നു വന്നു. എന്റെ മഹല്ലത്തിലേക്കും ഒരു മമ്മൂട്ടി മുസ്ലിയാർ ഖാദിയായി കടന്നു വന്നു. ആ മമ്മൂട്ടി മുസ്ലിയാരുടെ പരമ്പരയിലൂടെയാണ് ഈ വിനീതൻ ജനിച്ചത്. ഒറ്റക്കത്ത്, അതുപോലെ പുതിയകത്ത്, പഴയകത്ത്, നാലകത്ത്, മുസ്ലിയാരകത്ത് ഉണ്ടല്ലോ അല്ലേ? മുസ്ലിയാരകത്ത്, നാലകത്ത്, പുതിയകത്ത്, പഴയകത്ത്, ഒറ്റകത്ത്, ഈ 5 അകത്തുകള് മഖ്ദൂം കുടുംബാണ്. അങ്ങനത്തെ കുട്ടികളും മക്കളും എൻ്റെ ഉമ്മമാരൊക്കെ ഈ കുടുംബത്തിൽപ്പെട്ട മക്കളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരക്കിടാക്കളാണ് നിങ്ങൾ. നമ്മുടെ മക്കൾ വടി വിട്ടുകൊണ്ട് മുടി ക്രോപ്പ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കുമ്പോ, പരിശുദ്ധ ഉലൂമുകൾ പഠിക്കാൻ അവർ മടി കാണിക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വടി ഇതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയുടെ ഈമാൻ മുഴുവനും ഒരു തുലാസിലും, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും ഇട്ട് തൂക്കിയാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനാണ് കൂടുതലാവുക. അത്രമാത്രം മഹത്വമുള്ള ഈമാനിന്റെ അടയാളപ്പെടുത്തലുകൾക്ക് ഉദാഹരണമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു മഹാമനുഷ്യയുടെ പരമ്പര നമ്മുടെ ഈ കേരള പ്രദേശത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആ പൈതൃകം കാത്തു സൂക്ഷിക്കണ്ടേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ തമ്പുരാൻ. അതുകൊണ്ട് ആഴത്തിലുള്ള ഇൽമു പഠിക്കുക. മഹാനായ അഹ്മദ് നസഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ ദാരിദ്ര്യം പിടിച്ച് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കടിഞ്ഞുകൂടുമ്പോ തന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ടെന്ന് ഭാര്യ പറയുമ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു പോകുന്ന മഹാനായ അഹ്മദ് നസഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു മസ്അല തെരഞ്ഞു നോക്കുകയാണ്. അതിനിടയിൽ ഒരു കിതാബിലെ ഒരു മസ്അല, ആ മസ്അല ഇങ്ങനെ പരതി അവസാനം അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ഐനൽ മുലൂക്ക്, ഐനൽ മുലൂക്ക് വ അഹ്ലുദ് ദുനിയാ, ഐനൽ മുലൂക്ക് വ അഹ്ലുദ് ദുനിയാ. എവിടെയാണ് രാജാക്കന്മാർ, എവിടെയാണ് ദുനിയാവിന്റെ അഖിലുകാർ? അപ്പോൾ ഭാര്യ വിചാരിച്ചു, ഇദ്ദേഹത്തിന് എന്തോ സന്തോഷം വന്നിട്ടുണ്ടല്ലോ, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സന്തോഷിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊരു മസ്അല തേടി ഇറങ്ങിയതാണ്, ആ മസ്അലയുടെ പൂർണ്ണരൂപം എനിക്ക് കിട്ടി, അപ്പോഴുണ്ടായ സന്തോഷമാണ്. ഭാര്യ നിരാശയായി, തന്റെ ദാരിദ്ര്യത്തിനും ബുദ്ധിമുട്ടിനും ഒരു അറുതി കിട്ടുന്ന വാർത്തയല്ലല്ലോ വന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വർഷങ്ങളോളം ആഴ്ചകളോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഓടി നടന്ന പാരമ്പര്യമാണ് നമ്മുടെ മുൻഗാമികളായ ആളുകളുള്ളത്. ഫലിയജ്തഹിദ് റജുലുൻ ഫിൽ ഇൽമി യത്ലുബുഹു കൈലാ യകൂന ശബീഹു ശാഇ വൽ ബഖരി. ഫലിയജ്തഹിദ് റജുലുൻ, ഒരാൾ അധ്വാനിക്കേണ്ടത്, ഫിൽ ഇൽമി, അറിവിന്റെ മാർഗത്തിൽ, യത്ലുബുഹു, അത് തേടിക്കൊണ്ടേയിരിക്കണം. അതിലാണ് സമയം ചെലവഴിക്കേണ്ടത്. എന്തിനു വേണ്ടി? കൈലാ യകൂന, അവൻ ആവാതിരിക്കാൻ വേണ്ടി,
ശബീഹുശ്ശാഇ വൽ ബഖരി, നാൽക്കാലികളായ ആടുകളുടെയും അതുപോലെ ആടുകളുടെയും കൂട്ടത്തില് അവർ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൽമിന്റെ വഴിയിലൂടെ നമ്മുടെ മക്കളെ പറഞ്ഞു വിടണേ. മുഅ്മിനീങ്ങളെ, ലെസ്ബിയനും ഗേയും അതുപോലെ പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്ന കാലഘട്ടം, ആണും തമ്മിൽ വിവാഹം കഴിക്കുന്ന കാലഘട്ടം. മുഅ്മിനീങ്ങളെ, മലപ്പുറത്തിന്റെ മണ്ണിൽ പോലും മുസ്ലിം നാമധാരിയായ ഒരു പെണ്ണ് തന്റെ കൂടെയുള്ള വധുവായിട്ട് സ്വീകരിച്ച പെണ്ണിനെ കൂട്ടിയിട്ട് പറയുകയാണ്. മലപ്പുറത്തിന്റെ മണ്ണിലും പല പ്രദേശത്തും ഇവർ വിളിച്ചു പറയുന്നത് എന്താണ് പെണ്ണും വിവാഹം ചെയ്താലുള്ള പ്രശ്നം? കാക്കച്ചിയും അതുപോലെ മറ്റുള്ള പൂച്ചകളും ഇവർ തമ്മിലൊക്കെ ഉമ്മയാണോ ബാപ്പയാണോ എന്ന് നോക്കുന്നില്ലല്ലോ. അവർക്കെന്ത് വിവാഹം, ലിവിങ് ടുഗദർ മാത്രം മതിയല്ലോ. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോ, ആധുനിക കാലഘട്ടത്തിൽ ഞാൻ എന്റെ കുടുംബത്തിൽ നടത്തിയ സർവേയിൽ പോലും എനിക്കും ബോധ്യപ്പെട്ടത് 20-21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും എനിക്കിപ്പോൾ വിവാഹം വേണ്ട, ഞാൻ പഠിക്കുകയാണ്. പിന്നീട് അവർ പറയുന്നത് എന്തിനാണ് വിവാഹം? മറ്റൊരാളുടെ ഓർമ്മ കെട്ടി മറ്റൊരാൾ പറയുന്ന കൽപ്പന കേട്ട് ഒരു അടിമയെ പോലെ ജീവിക്കുന്നത് എന്തിനാ? സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം, അത് നല്ല ചിന്തയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാളുടെ ഊരയിൽ കെട്ടിയെന്ന് പറയല്ല പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. ആ അധികാരത്തിന്റെ വഴി നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തില് ഒരു പെണ്ണിന്റെ പിതൃ സക്കാത്ത് കൊടുക്കേണ്ടത് പുരുഷനാണ്. വിവാഹം കഴിക്കാനുള്ള സമ്പത്തില്ലേ നീ വിവാഹം കഴിക്കണ്ട, നിനക്ക് പാർപ്പിടം കൊടുക്കാനല്ലേ നീ വിവാഹം കഴിക്കണ്ട, ശാരീരിക ബന്ധത്തിന് തോക്കത്തില്ലേ നീ വിവാഹം കഴിക്കണ്ട. ഈ സമ്പത്തോ അല്ലെങ്കിൽ ആവശ്യത്തിന് കൊടുക്കാനില്ലെങ്കിൽ നീ നിന്റെ വിചാരത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ശമിപ്പിച്ചോ എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അഖിലുകാർക്ക് മുമ്പിൽ ഒരിക്കലും ഒരു പെണ്ണിന് അടിമത്തത്തിന്റെ ശൃംഖലയിലേക്ക് വീടിന്റെ അകത്തളങ്ങളിലൂടെ തള്ളിവിടുകയല്ല. തനിക്കൊരു പ്രയാസം വരുമ്പോ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മക്കളുടെ മാതാവായി തന്റെ മക്കളുടെ പിതാവിൽ പരിചയപ്പെടുത്തി കൊടുത്ത് ദുനിയാവിലും ആഖിറത്തിലും ദമ്പതികളായിട്ട് സ്വാലിഹീങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു നല്ല ഒരു മാതൃക യോഗ്യരായ ഒരു ജീവിതം ചിട്ടപ്പെടുത്താനാണ് വൈവാഹിക ജീവിതം നമ്മിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഉമ്മപെങ്ങന്മാരെ. നമ്മുടെ അയൽവാസികളായ അമുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ അവരവരുടെ പ്രിയമതനെ ഭർത്താവിനെ ഒരുപക്ഷെ നീ എന്നൊക്കെ വിളിക്കും. ഈ എവിടുന്നാ വരുന്നത്, ഈ എവിടെയാണ് ഇത്ര നേരം ഇല്ലേ, ഞാൻ വെറുതെ പറയാണോ? എന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി തന്റെ ഭർത്താവ് നീ എന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ട്? നീ എന്ന് വിളിക്കേണ്ടവരല്ല ഭർത്താവ്. ഈ ഭൂമിയിൽ അല്ലാഹുവല്ലാതെ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യയോട് പറയുമായിരുന്നു, ഭാര്യ നിങ്ങൾ ഭർത്താവിന് സുജൂദ് ചെയ്യണം. അത്രമാത്രം പരിഗണന കൊടുക്കേണ്ടത്, അത്രമാത്രം ആദരവ് കൊടുക്കേണ്ടത് തന്റെ ഭർത്താവിനാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അഖിലുകാരാണ്. ഈ ഒരു സന്തുഷ്ടമായ സത്യസന്ധമായ ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നത് ലൗലൽ ഉലമാ, ഇവിടെ ഇൽമ പഠിച്ച ഇൽമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ലെങ്കിൽ, ഞാനിതൊക്കെ പറഞ്ഞെന്തിനറിയോ, ഇന്ന് തങ്ങളവറുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നൽകണമെന്ന് പറയുമ്പോ നമ്മുടെ കൈവശം ഉള്ളത് കൊണ്ട് ഇന്ന് കൊടുക്കാൻ കഴിയില്ല, ഇന്ന് കൊടുക്കണ്ട. ഒരു വർഷത്തിന്റെ ഉള്ളിൽ അധികം വൈകാത്ത രൂപത്തിൽ ഘട്ടം ഘട്ടമായിട്ട് കുഴപ്പമില്ല നമ്മുടെ ഭാരവാഹികളുടെ കൈകളിലേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ ഖബറിലേക്ക്, എന്റെ ഖബറിന്റെ ആഴിയിൽ രക്ഷപ്പെടാൻ ഞാൻ നമ്മുടെ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി സഹായിക്കുമെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് മഹാനായ അഹ്ലുൽ ബൈത്തിന്റെ സയ്യിദ് മഹാനുത്തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാബലാണ്. അഹ്ലുൽ ബൈത്തി കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് അഹ്ലുൽ ബൈത്ത്. അതിൽ കയറിയവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മഹാനായ സൂഫി വര്യനായ
ഒരുപാട് പണ്ഡിതന്മാരോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴും സയ്യിദ് അവറുകളോട് സമസ്തന്റെ ആലിമീങ്ങളൊക്കെ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട മാൻ തങ്ങളോട് വർഷങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവിടുത്തെ ധന്യമായ ആ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. തന്റെ സ്വന്തം വീട്ടിൽ നടക്കുന്ന ജലാലിയ റാത്തീബ്, അവിടെ നടക്കുന്ന റാത്തീബും പരിപാടി സാധാരണ സയ്യിദല്ലേ അഖിൽ ബൈത്തിന്റെ പരമ്പരയോടൊപ്പം വിശുദ്ധ ദീന്റെ അടിസ്ഥാനപരമായ ഷിആറുകൾ മുഴുവനും മുറുകെ പിടിച്ചുകൊണ്ട് പള്ളി ദർശനെ കുറിച്ചുകൊണ്ട് ഇന്നൊരു 15-20 മിനിറ്റ് സമയം ഒരുമിച്ച് കൂടിയപ്പോ എന്റെ വീട്ടിൽ വന്ന എന്റെ ഉമ്മയുടെ വിശേഷം തങ്ങളവറുകൾ എന്നോട് ചോദിച്ചു. മാത്രമല്ല എന്റെ നാട്ടുകാരുടെ വിശേഷം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുകൊണ്ട് സ്വഹാബാക്കൾ പറയുമായിരുന്നു, എന്നെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും റസൂലുള്ളാഹിക്ക് ഇഷ്ടമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് മാനു തങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഞാൻ വിചാരിക്കും എൻ്റെ ഉമ്മാനെ പറ്റിയും എൻ്റെ കുടുംബത്തിനും എൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ദർശനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ തങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പതിറ്റാണ്ട് മുമ്പുകൾ മനസ്സിലാക്കിയത് ഇപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോ മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ഒരു സയ്യിദ് നമുക്ക് ദുആ ചെയ്യാൻ ഈ മസ്ജിദിന്, ഈ പള്ളിക്ക്, മദ്രസക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർക്ക് ഒന്ന് കൈ ഉയർത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ഒരിക്കലും അത് തള്ളിക്കളയരുത് മുഅ്മിനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് തേടിയിട്ട് ഒരാൾ ഇൽമ പഠിച്ചാൽ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബുഹു ബിഹി അർളദ് ദുനിയാ, ദുനിയാവിന്റെ ഒരു ലക്ഷ്യം അവർക്കില്ല. നമ്മുടെ മദ്രസയുടെ പ്രവർത്തകന്മാർക്ക് ഒരു ലക്ഷ്യം ദുനിയവിയായിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഉസ്താദ് ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ ഈ പരിപാടിയിൽ കിട്ടുന്ന സാമ്പത്തികം കൊണ്ടാണ്, അല്ലാത്ത പക്ഷം നമുക്ക് ഉസ്താദ്മാർക്ക് കൊടുക്കാനും മദ്രസിന്റെ മെയിൻ്റെനൻസിനൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടും. അത് വിജയിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് സ്വന്തം അഭ്യന്തര പ്രശ്നം പോലെ നമ്മുടെ മദ്രസയുടെ ഭാരവാഹികൾ നമ്മെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലം യജിദ് ഉർഫൽ ജന്ന, ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാതെ അത് അതിന്റെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മദ്രസന്റെ കമ്മിറ്റിക്കാരും അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർ കൊടുത്തോളും, നമ്മളൊന്നും അത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ നിന്ന് അകന്ന സമീപനമാണോ നമുക്കുള്ളതെങ്കിൽ ലം യജിദ് ഉർഫൽ ജന്ന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്ന് അവർക്ക് സ്വർഗ്ഗത്തിന്റെ ഒരു വീടോ ഒരു വാസനയോ ഒരു സന്തോഷമോ ഒരു പരിമളമോ അവർക്ക് ലഭിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എൻ്റെ ലക്ഷ്യം എന്നൊരു വലിയ വിഷയത്തിൽ സംസാരിക്കേണ്ട ഇന്നത്തെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇതിൽ കഴിയുമ്പോൾ നമ്മുടെ ഭാരവാഹികൾ അൽഹംദുലില്ലാ ഉസ്താദെ റാഹത്തായിട്ടുണ്ടെന്ന് പറയണം. സ്വന്തം വീട്ടിലത്തെ കാര്യമല്ലല്ലോ, നമ്മുടെ മദ്രസക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ ഗ്രൂപ്പിൽ കൂടുന്നൊരു വോയിസ് കൂട്ടും, ഞാൻ പല കമ്മിറ്റി പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ നാട്ടിലെ മദ്രസൻ്റെ കമ്മിറ്റി മെമ്പറാണ്, നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ. അപ്പം നിങ്ങളെ മുമ്പക്ക് ഒരാളിങ്ങനെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖബറിലേക്കുള്ള സംഭാവന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല നിയത്ത് വെച്ചിട്ട് എൻ്റെ ഉമ്മ പങ്ങന്മാരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിക്കുക. കഴിഞ്ഞ ദിവസം വെടിക്കെട്ടിൽ മരിച്ചത് കണ്ടു, അന്യ സമുദായക്കാർ ആരാണെങ്കിലും. അത് മാത്രമല്ല വാൽപ്പാറയിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ടൂർ പോയ ടീച്ചർമാർ ഒരു നിമിഷം നേരം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് അതിൻ്റെ ഡ്രൈവർ, ആ സഹോദരൻ ഇന്ന് മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ എന്നാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാനോട് കൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സയ്യിദ് അവറുകൾക്ക് എന്നും പരിപാടിയാണ്. ഇന്നലെ വയനാട്ടിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്ന് വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞ് സയ്യിദ് അവറുകൾ രാത്രി 2 മണിക്ക് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചെറിയൊരു ടോർച്ചയുടെ ജനാലക്കൂടി ഇങ്ങനെ അമ്മ അടിച്ചുകൊണ്ട് കുത്തിരിക്കും. എൻ്റെ അമ്മ ഒന്നില്ല, ഇന്നമ്മ ഖബറിലാണ് എന്ന് കുറഞ്ഞ നേരം കൊണ്ട് അതൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓരോ ഉമ്മാനോടുള്ള ബന്ധം, ആ ഒരു സ്നേഹം, അതൊക്കെ ഓർത്ത് കുറെ സംസാരിച്ചു. അതുകൊണ്ട് സയ്യിദ് അവറുകളുടെ ആ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. സയ്യിദ് അവറുകൾ നിങ്ങളോട് എന്തെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ മദ്രസയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഞാനും 9ഓളം വിദ്യാർത്ഥികളുമായിട്ട് ഈ പള്ളിൻ്റെ മൂലയിൽ ഞങ്ങളിവിടെ ഉണ്ട്. ഒരു 20 ദിവസമായിട്ട് ഇവിടെ ദർസ് തുടങ്ങിയിട്ടുണ്ട്. മുമ്പേ ഉള്ളത് തന്നെയാണ്, അതിൻ്റെ തുടർച്ചയായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ക്യാൻറ്റീനിലേക്കൊക്കെ ആവശ്യമായ വിഭവങ്ങൾ, ഇവിടെ വാഴ കൃഷി നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒരു വാഴ ചിലപ്പോൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ചില ഫുള്ളായിട്ട് പോയിട്ടുണ്ടാകും, എന്നാലും കൂട്ടാൻ വെക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞതാണ്. അവർക്ക് പോലെ ഇൻഷാ അല്ലാഹ് മുത്താലിമികൾ കിടക്കട്ടെ. ഇനി ഒടിഞ്ഞു തൂങ്ങാത്ത നല്ല പഴുത്തതുണ്ടെങ്കിൽ കുട്ടികൾക്ക് അസറിൻ്റെ ചായക്കടിക്ക് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ വല്ല നെയ്യപ്പോ കുയ്യപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 10ഓ 12ഓ കടി നാം എല്ലാവർക്കും ഉസ്താദിനും കിട്ടും. മൊത്തത്തിൽ ഒരു 12 കടി അസർക്ക് ഒന്ന് കൊടുത്തേക്കാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ കൂലുള്ള കാര്യമാണ്. അനക്കെ ചെയ്യുക. അതുപോലെ ഇൽമ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ശാരീരികമായി മാനസികമായി പിന്തുണക്കുക, സാമ്പത്തികമായിട്ട് സഹായിക്കുക. അവർ ഇൽമ പഠിക്കുന്നതോടൊപ്പം അവരുടെ മൗലിദ്, അതുപോലെ മറ്റ് ഹദ്ദാദ്, റാത്തീബ്, ഇതിൻ്റെ പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ വേണ്ടി വീട്ടിൽ ആണ്ടുണ്ടാക്കുക, മൗലിദ് ഉണ്ടാക്കുക, കുട്ടികളെ ഉസ്താദിനൊക്കെ വിളിക്കുക. ആ പാരമ്പര്യ ശിആറുണ്ടല്ലോ, പവിത്രമായ പൈതൃകം, അത് ഇവിടെ നിലനിർത്തണം. അത് നമ്മിൽ നിന്ന് അന്യമായി പോകാൻ പാടില്ല. അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.